നമസ്കാരം. പണിക്കേഴ്സ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതിലേക്ക് അധിക സാധനങ്ങളൊന്നും വേണ്ട. അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല വലിയ 2 അച്ച് ശർക്കര കുത്തിപ്പൊടിച്ച് വെച്ചതാണ്. ഇത് ഉരുക്കിയെടുക്കാനുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് മൈദ ആയാലും മതി. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ചെറുപഴം, 4 ഏലക്ക. ഈ ചെറുപഴം നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഈ ഏലക്കയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൽ ലേശം നെയ്യ് ഒഴിക്കട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കാം. ഈ എള്ളും ജീരകവും ഇതിൽ ചേർക്കാം. അതൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും എള്ളും ജീരകമൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കി ചേർക്കാം. ഒരു ലേശം വെള്ളം ചേർക്കാം. നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ. ശർക്കര നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഈ അരിപ്പൊടിയിലേക്ക് നല്ല ചൂടോടെ ഈ ശർക്കര ഒഴിക്കാം. ഈ ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച പഴം മിക്സ് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ പാകം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച മിക്സ് ചേർക്കാം. എള്ള്, ജീരകം, നാളികേരം. ഇതിപ്പോൾ സോഡാപ്പൊടിയോ അപ്പോൾ സോഡ ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെ പൊന്തും, നല്ലപോലെ പൊന്തും. ഒന്നും ചേർക്കണില്ല. നമുക്കൊരു 5 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോ കുഴിയിലും ഒഴിക്കാം. ഫുള്ളായിട്ട് മാവ് ഒഴിക്കണ്ട, അതൊന്ന് പൊന്തി വരും. നമുക്ക് ഇതൊക്കെ ഒന്ന് മറക്കാം.
അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മോൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല സ്വാദുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.